നല്ല അടിപൊളി ഒരു എഗ് സാൻഡ്വിച്ചാട്ടോ ഇത്. ഞാനിതിപ്പോൾ ചപ്പാത്തിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ചീസി എഗ് സാൻഡ്വിച്ചാണ്. അതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഞാനിപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായി അരിയണം. കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയുമ്പോൾ എൻ്റെ വിരലുകൾ പോകുന്നുള്ള പേടി കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ അരിയുന്നത്. അതരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു തക്കാളി വേണം, പിന്നെ 5 മുട്ട. ഫില്ലിംഗ് ആയിട്ട് നമ്മളിപ്പോൾ ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുഞ്ഞു കുഞ്ഞ അരിയുണ്ടായോ, അപ്പം ഞാൻ ചോപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞ അരിയാൻ പോവാം കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാനിപ്പോൾ തക്കാളി ഇട്ടു, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളകും എനിക്ക് ആവശ്യം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ബട്ടറാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാട്ടോ ഒഴിച്ചിരുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, തക്കാളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് പൊടികളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. നമ്മൾ ആളിൻ്റെ എണ്ണം അനുസരിച്ച് ഇതിൻ്റെ അളവെല്ലാം കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കുഞ്ഞു കൈകളാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അയാൾക്ക് ഈ പൊടികളൊക്കെ ഇടുക ഭയങ്കര ഇഷ്ടം. അതിലേക്ക് മുളക് പൊടി, കുറച്ച് ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ നമ്മുടെ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം കേട്ടോ. അത് 2 ചീസ് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം. അപ്പം നല്ല മെൽറ്റായിട്ട് വരും. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. എന്നാൽ ടാറ്റാ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.